ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐവിൽ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് അവരെല്ലാവരും ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്ത് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നത് വരെയാണ്. അതിനുശേഷം അടുത്ത ദിവസമായതുപോലെയാണ് കാണിക്കുന്നത്. അവർ ഈ ക്യാമ്പ് എന്തിനാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് അവർക്ക് പഠന ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ അവരെ പഠിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് അവരങ്ങനെ ഒരു ക്യാമ്പ് അവിടെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ കുട്ടികളെ കാത്തവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി പോലും അവിടേക്ക് വരുന്നില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ല വിഷമമാകുന്നുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കുട്ടി പോലും വന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികൾ പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട്. ആ കുട്ടികളെ എല്ലാം കണ്ട ഉടനെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ആ കുട്ടികളെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ പെട്ടെന്ന് അവിടെ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, നോയ് പറഞ്ഞത് പ്രകാരം നോയുടെ കൂടെ ഒരു കൊച്ചു പയ്യൻ നടക്കൂലേ, അവൻ പോയി അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വന്നതാണ് അവിടേക്ക്. നോയാണെങ്കിൽ പിന്നീട് അവനുണ്ടാക്കിയ ഫുഡ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ അത് കഴിച്ചുടനെ വായി നിന്ന് തുപ്പിക്കളയണം. മറ്റൊന്നും കൊണ്ടല്ല, അവനുണ്ടാക്കിയ ഫുഡിന് നല്ല ഉപ്പായിരുന്നു. ഈ സമയം അവിടേക്ക് ടീന വന്ന് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ തീയും അതുപോലെ ഫായും ഫാച്ചൊക്കെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുകയും അതുപോലെ മറ്റുള്ളവരൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ നോയ് പോയി ലൈബ്രറിക്ക് ഒരു പേര് ഇടുന്നുണ്ട്. അതിനുശേഷം തീക്ക് ഒരു കോള് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കോള് ചെയ്തത് മറ്റാരുമല്ല, അവൻ്റെ അമ്മയായിരുന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ചോദിക്കുന്നത് ക്യാമ്പൊക്കെ എങ്ങനെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നു ക്യാമ്പൊക്കെ നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന്. അതിനുശേഷം അമ്മ പറയാണ് നിൻ്റെ അച്ഛൻ നിന്നെ തിരക്കുന്നുണ്ട്, നീ വരുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ എന്തായാലും ഒരു ദിവസം അങ്ങോട്ട് വരുമെന്ന്. അപ്പം അച്ഛൻ കോളിലൂടെ പറയാണ് പെട്ടെന്ന് നീ അതൊന്നും ഓർത്തിപ്പോൾ കൺഫ്യൂഷൻ ആവുകയൊന്നും വേണ്ട, നീ ഇപ്പോൾ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ നോക്കെന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാനത്ര ബിസിയൊന്നും അല്ല, ഞാൻ എന്തായാലും വരുമെന്ന്. അപ്പം അമ്മ ചോദിക്കുകയാണ് അല്ല നിൻ്റെ ട്യൂഷൻ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതൊക്കെ നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന്. അപ്പം അമ്മ പറയുന്നുണ്ട് നീ എന്തായാലും ഓവറായിട്ട് വർക്കൊന്നും ചെയ്യല്ലേ, റെസ്റ്റൊക്കെ എടുക്കണേന്ന്. അപ്പോൾ അവൻ പറയുന്നു ശരി അമ്മ, പിന്നെ ഞാൻ വെക്കുന്നു എന്ന്. ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം അവിടേക്ക് നോയ് വരുന്നുണ്ടായിരുന്നു. നോയ് വന്നിട്ട് അവൻ്റെ അടുത്ത് താഴേക്ക് ഇറങ്ങി വരാൻ പറയാണ്. അപ്പോൾ അവൻ പറയുന്നു വരുന്നില്ലെന്ന്. നോയ് അവിടെ നിന്ന് പോയതിന് ശേഷം തീയെ കാണാനായിട്ട് പാമ്പ് റാനൊക്കെ വരുന്നുണ്ട്. അവരെ കണ്ടുടനെ തീ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ എക്സാം റിസൾട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പാമ്പ് പറയുന്നു നല്ല റിസൾട്ട് തന്നെ എന്ന്. അത് കേട്ടിട്ട് തീക്കാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അതിലൊരു പെങ്കൊച്ച് ചോദിക്കുകയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഹെൽപ്പ് ചെയ്തോ, പിന്നെ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ താഴെ പോയി കഴിക്കാനും പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നോയ് വരുന്നുണ്ട്. നോയ് പാമ്പിനെ കണ്ടിട്ടാണോ എന്തോ തീയെ കാണാതെ പെട്ടെന്ന് തിരിച്ചവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നോയ് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം അവർ 3 പേരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പക്ഷേ റാൻ പോകുന്നില്ല. റാൻ അവനോട് പറയാണ് ഞാൻ താഴെ നോയെ കണ്ടിരുന്നു എന്ന്. അപ്പം തീ പറയുന്നു നീ പേടിക്കണ്ട, അവനൊരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന്. അങ്ങനെ തീയുടെ വാക്കൊക്കെ കേട്ട് അവർ താഴേക്ക് പോവുകയാണ്. അതിനുശേഷം ടോങ് ആണെങ്കിൽ എല്ലാവരോടും പറയാണ് നിങ്ങളെല്ലാവരും ഈ ക്യാമ്പിൽ വന്ന് ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന്. എന്നിട്ട് തീയോട് പറയുന്നു ഇനി കുറച്ച് കാര്യങ്ങൾ നീ സംസാരിക്കുന്നു. അങ്ങനെ തീ സംസാരിച്ചു തുടങ്ങിയാണ്. അപ്പോൾ അവൻ ആദ്യമേ പറയുന്നത് ഇന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ അവസാനത്തെ ദിവസമാണ്, അതുകൊണ്ട് എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് തന്നെ ക്യാമ്പ് അവസാനിപ്പിക്കാമെന്ന്. അതുപോലെ ഈ ക്യാമ്പിലേക്ക് വന്ന് പങ്കെടുത്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ടെന്നും പറയുന്നു. അപ്പോൾ ടോങ് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തുകൊണ്ടാണ് ക്യാമ്പിനായിട്ട് ഈ പ്ലേസ് തന്നെ തിരഞ്ഞെടുത്തതെന്ന്. അങ്ങനെ തീ എന്തുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് പറയുന്നുണ്ട്. അവൻ പറയണേ എനിക്ക് ഈ സ്ഥലം കുറച്ച് നാളായിട്ട് തന്നെ അറിയാം, എനിക്ക് ഈ സ്ഥലത്ത് നിന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. ഇവൻ പറയുന്നത് മറ്റൊന്നും അല്ല, തീയെ ഇവിടേക്ക് നോയ് കൊണ്ടുവന്നിട്ടുണ്ട് പലപ്പോഴും ആയിട്ട് ഫൈറ്റിങ്ങിന് വേണ്ടിയും. അതുപോലെ തീ ഒരു ദിവസം അവന് കണക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവനൊരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് അവൻ ഈ സ്ഥലം തന്നെ ക്യാമ്പിനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയ സ്ഥലം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ക്യാമ്പിനായിട്ട് ചൂസ് ചെയ്തതെന്ന്. തീ പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരോടും ഒന്നുകൂടി ടോങ് താങ്ക്സ് പറയുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ടിമ്മാൻറ്റി ഫുഡും കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ടിമ്മാൻറ്റിയോടും അവൻ താങ്ക്സ് പറയുന്നു. അപ്പോൾ ടിമ്മാൻറ്റി പറയണേ ഞാൻ അറിഞ്ഞിരുന്നില്ല നോയാണ് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നതെന്ന്. അവൻ ഫുഡ് ഉണ്ടാക്കി തന്നതിന് പകരമായിട്ട് നിങ്ങളോട് സോറി ചോദിക്കുന്നു എന്ന്
അവിടെ നിന്ന് ടിമ്മാനി പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നോയ്ക്കാണെങ്കിൽ നാണക്കേട് പോലെ തോന്നുന്നുണ്ട്. കാരണം അവൻ്റെ ഫുഡ് അത്രയ്ക്ക് കൊള്ളത്തില്ലെന്നല്ലേ അമ്മ സഹിതം പറയുന്നത്. അതിനുശേഷം അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടിമ്മാൻറ്റി അവരോട് എല്ലാവരോടും പറയാണ്, ഇന്നത്തെ ഫുഡ് തയ്യാറാക്കിയത് ഞാനാണ്, അല്ലാതെ നോയല്ല, അതുകൊണ്ട് ഇതിന് ഉപ്പും അധികം ഇല്ലെന്ന്. അവിടെ നോയാണെങ്കിൽ തീയോട് പോയി സംസാരിക്കുകയാണ്. അപ്പോൾ തീയോട് അവൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ക്യാമ്പ് നല്ലതായിരുന്നു, നിനക്ക് 100-ൽ 100 മാർക്കും തരാമെന്ന്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ പണ്ടത്തെ ബാഡ് ബോയ് ആയിട്ടുള്ള ക്യാരക്ടറാണോ നിനക്ക് കൂടുതൽ ഇഷ്ടം, അതോ ഇപ്പോഴത്തെ ക്യാരക്ടറാണോ എന്ന്. അപ്പം തീയാണെങ്കിൽ അതിന് ഉത്തരവൊന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് നോയ് പറയുന്ന, ശരി പിന്നെ നമുക്ക് പോയി കഴിക്കാമെന്ന്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഞാനുണ്ടാക്കിയ ഫുഡ് വേണമോ നിനക്കെന്ന്. അപ്പോൾ അവൻ പറയുന്നു വേണ്ടെന്ന്. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ട് പോകുന്നു. അതിനുശേഷം രാത്രി ആയതുപോലെയാണ് കാണിക്കുന്നത്. രാത്രി രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പം നോയ് ആണെങ്കിൽ തീയോട് പറയുന്നുണ്ട്, നിൻ്റെ കൂടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. അതിനുശേഷം നല്ല റൊമാൻറ്റിക് ആയിട്ട് നോയാണെങ്കിൽ തീയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ നോയാണെങ്കിൽ പെട്ടെന്ന് തീയെ ഇക്കിളിയാക്കാൻ തുടങ്ങിയാണ്. തീക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യാതെ അവൻ ചിരിക്കുന്നുമുണ്ട്. തീയും തിരിച്ച് അവനെ ഇക്കിളിയാക്കി. അങ്ങനെ രണ്ടുപേരും ഒരുപാട് നേരം ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം രണ്ടുപേരും പുറത്ത് പോയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം തീക്ക് വെള്ളം ദാഹിക്കുന്നത് കൊണ്ട് അവനാണെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. നോയ് വെള്ളമെടുത്ത് കുടിക്കുന്ന സമയത്താണ് തീ ശ്രദ്ധിക്കുന്നത് അവൻ്റെ കയ്യിൽ അന്ന് അവൻ കൊടുത്ത സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്ന കയറ് കിടക്കുന്നത്. അങ്ങനെ നോയ് വെള്ളം കുടിച്ചതിന് ശേഷം അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇത് നിൻ്റെ അമ്മയ്ക്ക് കൊടുത്തില്ലായിരുന്നോ എന്ന്. അപ്പോൾ നോയ് പറയുന്നു, ഞാനിത് കൊടുത്തായിരുന്നു, പക്ഷെ ഞാൻ അപ്പോൾ തന്നെ തിരിച്ചു വാങ്ങിച്ചു. കാരണം അമ്മയുടെ ബിസിനസ് ഇപ്പം തന്നെ നല്ല രീതിയിലാണ് പോകുന്നത്, പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വാങ്ങിച്ചതെന്ന്. ഇപ്പോഴാണ് നമുക്കും തീക്കും മനസ്സിലാകുന്നത്, ഇവൻ കരുതിയിരിക്കുന്നത് ഈ കയറ് കയ്യിലിരുന്നാൽ നമ്മുടെ ബിസിനസ്സൊക്കെ നല്ല ഉയർച്ചയിലെത്തുമെന്ന്. പക്ഷേ ആ കയറിൻ്റെ ഗുണം അതല്ലല്ലോ, യഥാർത്ഥത്തിൽ അത് സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്ന കയറല്ലേ. അപ്പം തീക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൻ എന്തായാലും ആ കാര്യം അറിയത്തില്ലെന്ന്. അതിനുശേഷം നോയാണെങ്കിൽ തീയുടെ മുടിയൊക്കെ ഒതുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് എന്തോ പറയാനായിട്ട് വാ തുറക്കുന്നുണ്ട്. അപ്പം തീയാണെങ്കിൽ മനസ്സ് ചിന്തിക്കുകയാണ്, ഇവനിപ്പോൾ ബോയ് ഫ്രണ്ട് ആകുമോ എന്ന് ചോദിക്കാനാണ് വാ തുറക്കുന്നതെന്ന്. പക്ഷെ അവനാണെങ്കിൽ തുമ്മാനായിട്ടാണ് വാ തുറന്നത്. നോയ് ഇങ്ങനെ തുമ്മുന്നത് കണ്ടിട്ട് അവൻ പറയുന്നു, നല്ല തണുപ്പായിട്ടുണ്ട്, നീ പെട്ടെന്ന് വാ, നമുക്ക് അകത്ത് പോകാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ ഉറങ്ങാനായിട്ട് പോവേണ്. അടുത്ത സീനിൽ നോയിയുടെ ബെഡ്റൂമിൽ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നോഹി ആണെങ്കിൽ റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് പറയാണ്, നീ പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് പോകുമെന്ന്. അപ്പോൾ അവനാണെങ്കിൽ മടിയായിട്ട് വയ്യ സ്കൂളിലേക്ക് പോകാൻ. എന്നാലും അവൻ പെട്ടെന്ന് എണീറ്റിട്ട് പറയാണ്, എത്ര പെട്ടെന്നാണ് അവധിയെല്ലാം തീർന്നതെന്ന്. എന്നിട്ട് അവൻ റെഡിയായി പുറത്തിറങ്ങുന്നുണ്ട്. പോകാനായിട്ട് പോകുന്ന സമയത്ത് അമ്മ പറയാണ്, നിന്നെ കാരണം ആദ്യത്തെ ദിവസം തന്നെ നിൻ്റെ അനിയത്തി ഇപ്പം ലേറ്റായിരിക്കുന്നു എന്ന്. അമ്മ മാത്രമല്ല നോഹി അവനോട് പറയുന്നുണ്ട്, നീ റെഡിയാവാനായിട്ട് ഒരുപാട് സമയം എടുത്തെന്ന്. അപ്പോൾ അവൻ പറയുന്നു, സോറി ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ലെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അമ്മ പറയുന്നു, നിങ്ങൾ പെട്ടെന്ന് ലേറ്റ് ആകാതെ സ്കൂളിലേക്ക് പോകാൻ നോക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അമ്മയോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. പിന്നെ നോയാണെങ്കിൽ എല്ലാ ദിവസവും തീയെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാറുണ്ടായിരുന്നു. ഇവനെ ഇങ്ങനെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും ഫായു അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഫായു എന്തുകൊണ്ടാണ് എന്തോ ശ്രദ്ധിക്കുന്നത്, അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ അറിയാമായിരിക്കും. നോയാണെങ്കിൽ തീയെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ടായിരുന്നു. അതും അവൻ ട്യൂഷൻ എടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ട്യൂഷൻ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നത് കണ്ട അവനാണെങ്കിൽ ആ പിള്ളേരെ വഴക്ക് പറയാറുമുണ്ട്. ഒരു ദിവസം അങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. മറ്റൊരിടത്തേക്കും അല്ല പോകുന്നത്, ഫൈറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഫൈറ്റ് ചെയ്തിട്ട് അവന് ഒരുപാട് പരിക്കും പറ്റുന്നുണ്ട്. ആ പരിക്കിനെല്ലാം മരുന്ന് വെച്ച് കൊടുക്കുന്നത് തീ തന്നെയാണ്. തീ മരുന്ന് പുരട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ നോയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവ എല്ലാ ദിവസവും പരിക്കുമായിട്ടാണ് തീയുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം നോയ് സ്കൂളിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. നോയ് പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പം നല്ലതുപോലെ സ്റ്റഡീസിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഓം ചോദിക്കുന്നു, അല്ല നീ ഇപ്പം നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ പെട്ടെന്നാണെങ്കിൽ അവിടെ ബെഞ്ച് അടിച്ചിട്ട് എല്ലാവരോടും പറയാണ്, നിങ്ങളുടെ എല്ലാവരും മാർക്കും എന്നെക്കാട്ടിയും കുറവാണ്, അതുകൊണ്ട് ഈ തവണ എല്ലാവരും നല്ല മാർക്ക്
വാങ്ങിക്കൊള്ളണം. അതുപോലെ തന്നെ എല്ലാവരും അതാത് ദിവസത്തെ ഹോംവർക്ക് അതാത് ദിവസങ്ങളിൽ തന്നെ ചെയ്തുകൊണ്ട് വെക്കണമെന്ന് ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഓമാണെങ്കിൽ പേന വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. അവനാണെങ്കിൽ ദേഷ്യം വന്നാൽ പേന എടുത്ത് എറിയുന്നുമുണ്ട്. ഓം എന്നിട്ടും പഠിക്കുന്നതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ അവൻ ഓമിനോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പറയണേ, എനിക്ക് എന്തായാലും നല്ല ഗ്രേഡ് വാങ്ങണം, എന്നാലും ഞാൻ എഴുതി വെച്ചേക്കുന്നതിൽ 5ാമത്തെ കാര്യം നടക്കുള്ളൂ, അവൻ്റെ കൂടെ ട്രിപ്പ് പോകാൻ പറ്റുള്ളെന്ന്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായെങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.